ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഇപ്പോൾ വലിയ അകൽച്ചയോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഉണ്ടോ? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് നിങ്ങൾ എപ്പോഴാണോ ഒന്നിക്കുക എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുക. നിങ്ങളുടെ പ്രണയത്തിൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയുള്ളതായിരുന്നു? പിന്നെ നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയുള്ളതായിരുന്നു? പിന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദന എന്താണ്? വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ബന്ധത്തിൽ എന്ത് അത്ഭുതമാണ് നടക്കാൻ പോകുന്നത് എന്ന് ഈ കാർഡുകൾ വഴി നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ശ്രദ്ധിക്കുക, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ശരിയാവണമെന്നില്ല. നിങ്ങൾക്ക് ചേരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തവ വിട്ടുകളയുക. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കാണുമ്പോഴും ഇത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാം. നിങ്ങളുടെ പങ്കാളിയുടെ മുഖം മനസ്സിൽ വിചാരിച്ച് പോസിറ്റീവ് എനർജിയോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 3 കാർഡുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 കാർഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറായിട്ട്. യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3 കാർഡുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നിങ്ങളുടെ കഴിഞ്ഞകാല എനർജി എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ തുടക്കം എത്രത്തോളം മനോഹരമായിരുന്നു എന്നാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ആത്മാവും 2 ശരീരവും പോലെയായിരുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുണ്ടായിരുന്നത് വെറും ഒരു ആകർഷണം മാത്രമായിരുന്നില്ല, മറിച്ച് വളരെ പവിത്രമായ പ്രണയമായിരുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. പഴയ ചാറ്റുകളും ഓർമ്മകളും നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതായിരിക്കും. എന്നാൽ ഈ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ മനോഹരമായ ബന്ധത്തിലേക്ക് പതുക്കെ ഒരു നെഗറ്റീവ് എനർജി വന്നു എന്നാണ്. രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈഗോ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെയോ സാഹചര്യത്തിൻ്റെയോ ഇടപെടൽ നിങ്ങളുടെ സന്തോഷം കെടുത്തിയതായിരിക്കാം. വളരെ ആഴത്തിൽ സ്നേഹിച്ചത് കൊണ്ട് തന്നെ ചെറിയൊരു അകൽച്ച വന്നപ്പോൾ അത് വലിയ തർക്കങ്ങളിലേക്കും പരസ്പരം വേദനിപ്പിക്കുന്ന വാക്കുകളിലേക്കും പോയി. അങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിയത്. തുടക്കത്തിൽ നിങ്ങൾ തമ്മിൽ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാനുണ്ടാവില്ല. എങ്കിലും രാത്രികാലങ്ങളിൽ ഉറക്കം മുളച്ചിരുന്നിട്ട് നേരം വെളുക്കോളം ഫോണ് വിളിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നീ ഭക്ഷണം കഴിച്ചോ? ഇന്ന് എന്തായിരുന്നു കറി? തുടങ്ങിയ വളരെ ലളിതമായ ചോദ്യങ്ങൾ പോലും വലിയൊരു സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഒരു മെസ്സേജിലെ എന്ന ഒരൊറ്റ വാക്ക് കണ്ടാൽ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവുമായിരുന്നു നിങ്ങളുടെ മൂഡ് ശരിയില്ലെന്ന്. അത്രയധികം നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം കണക്റ്റ് ചെയ്തൊരു കാർഡാണ് ഇത്. പക്ഷെ പതുക്കെ ഇതിലേക്കൊരു ഈഗോ വന്നു. ഉദാഹരണത്തിന്, ഒരാൾ മെസ്സേജ് അയച്ചാൽ മറ്റേയാൾ മനഃപൂർവ്വം വൈകി മറുപടി നൽകുക, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ചോദിച്ച് വഴക്കിടുക, അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി, അതൊരു സുഹൃത്തോ അല്ലെങ്കിൽ വീട്ടുകാരോ ആവാം, ഇവരിൽ ആരോ ഒരാൾ പറഞ്ഞ വാക്ക് കേട്ടിട്ട് പരസ്പരം സംശയിക്കാൻ തുടങ്ങിയതോടെയായിരിക്കാം ഈ മനോഹരമായ ബന്ധത്തിലെ വിള്ളൽ വീണിട്ടുണ്ടാകുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രസൻറ്റ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ഈ കാർഡ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഈ കാർഡ് കണ്ടു കഴിഞ്ഞാൽ ചിലതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവായിരിക്കാം. നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അവൻ നിങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ഒരു വലിയ ഇരുണ്ട മുറിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെയാണ് കഴിയുന്നത്. പുറമേക്ക് അവർക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ വലിയൊരു സങ്കടക്കടലുണ്ട്.
നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനുള്ള മടിയും പിന്നെ ഭയവുമാണ് അവരെ പിന്നോട്ടേക്ക് വലിക്കുന്നത്. താൻ കാരണം നിങ്ങളുടെ ഹൃദയം തകർന്നു എന്നൊരു കുറ്റബോധം പതുക്കെ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ മറ്റോ അവരെ രഹസ്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ ചിലപ്പോൾ സംസാരിക്കുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നു എന്ന് കരുതരുത്. മറ്റൊരു അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴിയോ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ എന്ന് അവർ രഹസ്യമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയോ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയോ പരസ്പരം ഡയലോഗുകൾ അടിക്കാറുണ്ട്. സങ്കടമുള്ള പാട്ടുകൾ സ്റ്റാറ്റസായി ഇടുക, എന്നിട്ട് അവർ അത് കണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച ആ അവസാന നിമിഷം അവർ ഇപ്പോൾ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, കുറച്ചുകൂടി ക്ഷമ കാണിക്കാമായിരുന്നു എന്ന് സ്വയം അവർ ചിന്തിക്കുന്നുണ്ടാവും. ഈ കാർഡ് കാണിക്കുന്നത് അവരുടെ വലിയൊരു നിശബ്ദത തന്നെയാണ്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് നടക്കുമെന്ന് നോക്കാം. അവസാനമായിട്ട് നമ്മൾ കാത്തിരുന്ന ആ ഭാഗം ഇതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താണ് എന്നാണ് നോക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡും കൂടിയാണിത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്നത് ഒരു മാജിക്കൽ റീയൂണിയനാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഭാഗത്തു നിന്നോ അപ്രതീക്ഷിതമായിട്ടൊരു നീക്കം ഉണ്ടാവുമെന്നാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള്, ഏതെങ്കിലും ഒന്നുണ്ടാവും. അവർ വന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കാനോ കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ അകൽച്ച നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ ഇനി നിങ്ങൾ ഒന്നിക്കുമ്പോൾ പഴയതുപോലെയുള്ള തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. പകരം കൂടുതൽ സ്നേഹവും പരസ്പര വിശ്വാസവും ആയിരിക്കും ഉണ്ടാവുക. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് അവരുടെ ഭാഗത്ത് നിന്നൊരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. വലിയൊരു പാരഗ്രാഫ് ഒന്നും ആയിരിക്കണം എന്നില്ല, വെറും ഒരു ഹായ് അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷമെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളിട്ട ഏതെങ്കിലും റീൽസിനൊരു റിയാക്ഷൻ തന്നുകൊണ്ടോ ആയിരിക്കാം അവർ വരിക. കാരണം അവരുടെ ഈഗോ പതുക്കെ തകരുകയാണ്. അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വഴക്കിടാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അന്ന് നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം പ്രപഞ്ചം തന്നെ ആ പുതിയ അവസരത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പോകുന്നതോ അല്ലെങ്കിൽ ഒരു നീണ്ട ഫോൺ കോളിലൂടെ നിങ്ങളുടെ എല്ലാ പിണക്കങ്ങളും മാറുന്നതോ ആയ ഒരു മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ അകൽച്ച അവരൊരു കാര്യം പഠിപ്പിച്ചു, നിങ്ങളില്ലാതെ ജീവിതം എത്ര മടുപ്പുള്ളതാണെന്ന്. അതുകൊണ്ട് ഇനി ഒന്നിക്കുമ്പോൾ മുൻപത്തെ പോലെ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങി പോകുന്ന ആ പഴയ സ്വഭാവം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെയാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി എന്ന് ടൈപ്പ് ചെയ്യുക. ഈ റീഡിങ് നിങ്ങളുമായിട്ട് എത്രത്തോളം കണക്റ്റായി എന്ന് അറിയിക്കുകയും വേണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. നന്ദി.